Recording in. Hi all, happy morning, have a great day. അപ്പോൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിന് പ്രാപ്തമാക്കിയ എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും സർവേശ്വരനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യമായി മെഡിറ്റേഷനാണ്. മെഡിറ്റേഷന് വേണ്ടി എല്ലാവരും തയ്യാറാവുക. നട്ടെല്ല് നിവർത്തി ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് കണ്ണുകൾ അടച്ചിരിക്കുക. ശ്രീകാന്ത് സർ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് മെഡിറ്റേഷനിലോട്ട് കടക്കാം. സ്വസ്ഥമായി നിവർന്നിരിക്കുക. ആഴത്തിൽ ശ്വസിക്കുക. ശ്വാസത്തെ പിടിച്ചു വയ്ക്കുക. ശ്വാസത്തെ വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നത്, ശരീരം ലഘുവാകുന്നതും അനുഭവിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. ശ്വാസത്തെ സാവധാനം പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ ഊർജം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും താങ്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തിരിച്ചറിയുക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: ഞാൻ ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ അഭിമാനമാണ്. എൻ്റെ സ്വപ്നങ്ങൾ, ദയ, കൃതജ്ഞത എന്നിവ എൻ്റെ ബിസിനസ്സിനെയും ജീവിതത്തെയും നയിക്കുന്നു. ഞാൻ സമൃദ്ധിയിലേക്കും വിജയത്തിലേക്കും നടക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ശക്തി നിറയ്ക്കുന്നത് അനുഭവിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ കൂട്ടായ്മ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ബിസിനസ് ഒരു വൃക്ഷമായി സങ്കല്പിക്കുക. ശക്തമായ വേര്, പച്ചപ്പ് നിറഞ്ഞ ഇലകൾ, ധാരാളം ഫലങ്ങൾ. ഓരോ ദിവസവും താങ്കളുടെ ബിസിനസ് വളർന്നു വരുന്നു. പുതിയ അവസരങ്ങൾ ആകർഷിക്കുന്നു. മനസ്സുകൊണ്ട് ഉരുവിടുക: എൻ്റെ ബിസിനസ് സമൃദ്ധമായി വളരുന്നു. പുതിയ ഉപഭോക്താക്കൾ എൻ്റെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സ്നേഹിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ജ്ഞാനവും ദർശനവും നിറഞ്ഞതാണ്. എൻ്റെ ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വിജയം കൈവരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് ലോകത്ത് നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി സങ്കല്പിക്കുക. ഉപഭോക്താക്കൾ നിങ്ങളുടെ സേവനങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഊഷ്മളമായ ഒരു വെളിച്ചം പുറപ്പെടുന്നതായി സങ്കല്പിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ഉപഭോക്താക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും വ്യാപിക്കുന്നു. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും വിശ്വാസവും കൊണ്ട് ശക്തിപ്പെടുന്നു. എൻ്റെ കുടുംബം ഐക്യം സന്തോഷത്തിലും വളരുന്നു. എൻ്റെ ഉപഭോക്താക്കൾ എൻ്റെ സേവനങ്ങളെ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നു. നിങ്ങളുടെ ഉപഭോക്താക്കൾ നിങ്ങളെ പ്രശംസിക്കുന്നതും നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് സന്തോഷിക്കുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നതും സങ്കല്പിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സമൃദ്ധി ഒരു നദിയായി സങ്കല്പിക്കുക. ഒഴുകുന്ന, നിരന്തരം വളരുന്ന, തടസ്സങ്ങളില്ലാത്തൊരു നദി. മനസ്സുകൊണ്ട് പറയുക:
സമൃദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകുന്നു. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആകർഷിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണ്. എൻ്റെ ബിസിനസ് സാമ്പത്തിക വിജയത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കൈവരിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വളരുന്നതും നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഫലം ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് സമൃദ്ധമാകുന്നതും ചിത്രീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കൃതജ്ഞത നിറയ്ക്കുക. നിങ്ങൾക്ക് ഇതിനകം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ബിസിനസ്, കുടുംബം, ഉപഭോക്താക്കൾ, സമൂഹം എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: ഞാൻ എൻ്റെ ജീവിതത്തിലെ സമൃദ്ധിക്കും എൻ്റെ ഫൗണ്ടേഴ്സ് സർക്കിൾ സമൂഹത്തിനും എൻ്റെ സ്വപ്നങ്ങൾക്കും നന്ദിയുള്ളവനാണ്. ദീർഘമായി ശ്വസിക്കുക. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിൽ ഊർജവും മനസ്സിൽ ശാന്തിയും അനുഭവിക്കുക. സാവധാനം ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തന്നെ കണ്ണുകളെ തുറക്കുക. വാഗ്ജ്യോതിസ് ഏവർക്കും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസം ആശംസിക്കുന്നു. നന്ദി. Yes. ഹായ്, ഹാപ്പി മോർണിംഗ്. എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്താൽ നമുക്കൊക്കെ ഒന്ന് കാണാമായിരുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യുക. എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, നമ്മള് ഹാപ്പിറ്റ്യൂഡിന്റെ 7th ഡേയിലാണ് ഇന്ന് നമ്മളുള്ളത്. 7th ഡേയില്. അപ്പൊ ഈ 7 ദിവസം കൊണ്ട് ഒരു ജേണി എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഇൻസൈറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഇൻസൈറ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. ലൈക്ക് രാവിലെ എഴുന്നേൽക്കുക, പ്രൊഡക്ടിവിറ്റി ആയിട്ട് ഇരിക്കുക, ക്യാമറ ഓൺ ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഒരു കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, ഇന്ന് നമ്മളുടെ 7th ഡേ ആണ്. 7th ഡേയില് 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അൺഹാപ്പിനെസ് എന്നുള്ളത് പലതും സംഭവിച്ചു പോകുന്നത്. അതായത് നമ്മുടെ കമ്പനികളിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഇവരൊക്കെ മാനേജ് ചെയ്യണം. പിന്നെ ഏറ്റവും കൂടുതൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് നമ്മളെ സെൽഫിനെ തന്നെ ആയിരിക്കും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു 3 റൂൾസ് വെച്ചിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട്. അപ്പൊ അതിനുള്ള ഫസ്റ്റ് മെത്തേഡാണ് നമ്മളുടെ ഡെയിലി ലൈഫ് എങ്ങനെ പോകണമെന്ന് നമ്മൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റണം. അതിനുള്ള ഒരു മെത്തേഡിന്റെ പേരാണ് ഐവീലി മെത്തേഡ്. ഓക്കെ, ഐവീലി മെത്തേഡ് എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു മെത്തേഡാണ്. ലൈക്ക് അതെന്താണെന്ന് വെച്ചാല്, എന്റെ പെണ്ണ് കാണാനില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാല്, കാണുന്നില്ലേ? ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഐവീലി മെത്തേഡ് എന്ന് വെച്ചാൽ ഡെയിലി ലൈഫിലെ ടാസ്കുകളെ 6 ഭാഗമാക്കി തിരിക്കുക. ഈ 6 കാര്യങ്ങള് എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ എഴുതി വെക്കുക. നാളെ ചെയ്യാനുള്ള 6 കാര്യങ്ങള് ആ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അതിന് നമ്പർ ഇടുക. 1 2 3 6 കാര്യം ആദ്യം എഴുതുക. എന്നിട്ട് ഏതാണ് പ്രയോറിറ്റി അതിനനുസരിച്ച് നമ്പർ ഇടുക. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മളുടെ ബ്രെയിൻ ഓൾറെഡി മനസ്സിലാക്കാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതേ കാര്യം തന്നെ വൈകിട്ട് വരുമ്പോൾ നമ്മൾ റീചെക്ക് ചെയ്യുക എത്ര കാര്യം നമ്മൾ ചെയ്തു എന്നുള്ളത്. 6ൽ 6ഉം ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ ബെറ്റർ ആണ്. ഒരാൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 6 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് വളരെയധികം നമ്മൾ റിസൾട്ടിലാണ് നിൽക്കുന്നത് എന്നാണ്. ഇനി ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് നെക്സ്റ്റ് ഡേയിലോട്ട് മാറ്റി വെക്കാനും പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സെൽഫായിട്ട് അപ്രീസിയേഷനും കിട്ടും, നമുക്ക് ക്ലാരിറ്റിയും കിട്ടും. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ ഇത് നമ്മളുടെ കമ്പനിയിലുള്ള എല്ലാവരും ചെയ്യുകയാണെങ്കിലോ എങ്ങനെയായിരിക്കും? നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരും ചെയ്യുകയാണെങ്കിലോ ഐവിയിൽ നമ്മുടെ ഫൗണ്ടർ വരുന്നത് ഐവിലി ലെഡ് ബെറ്റർ ലീ എന്നുള്ളതാണ്. ബെത്ലഹം സ്റ്റീൽ എന്നുള്ള ഒരു സ്ഥലത്താണ് ഇത് ഫസ്റ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ
ഇംപ്ലിമെന്റ് ചെയ്തത് വളരെയധികം പ്രൊഡക്ടിവിറ്റി അവിടെ വന്നു, വളരെയധികം ഗ്രോത്ത് വന്നു. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആക്കി എടുക്കാതെ ഓരോ ദിവസവും നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ 6 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുന്നാണ് പറയുന്നത്. അത്രയധികം ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. നമുക്കൊരു 10 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവര് 10 പേരും ഈ ഐവിലി മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെയിലി നമുക്ക് അവിടെ 60 ടാസ്കുകൾ ചെയ്യും. അപ്പൊ എല്ലാ സ്റ്റാഫിനും ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്. ഇനി അതല്ല, വീട്ടിലോട്ട് വരിക, നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. 3 കാര്യങ്ങൾ കമ്പനി റിലേറ്റ് ചെയ്തിട്ടും 3 കാര്യങ്ങൾ പേഴ്സണലി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഐവിലി മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം പ്ലാൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ബ്രെയിനിന് ഇൻസ്ട്രക്ഷൻ കിട്ടുകയാണ് രാവിലെ മുതൽ ഇങ്ങനെയാണെന്നുള്ളത്. ക്ലാരിറ്റിയും ഫോക്കസും ഉണ്ടെങ്കിൽ ആ പേഴ്സൺ ഒരിക്കലും പുറകിലോട്ട് പോവില്ല. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുക, സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഏതാണോ പ്രയോറിറ്റി അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യുക. ഫിനിഷ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മൾ അത് ഫിഫ്തിലാണ് വരുന്നത്. റാങ്ക് ചെയ്യുക, ഫിനിഷ് ചെയ്യുന്നതിനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി മറ്റൊന്നിനെ ബാലൻസ് ഉള്ളതിനെ നെക്സ്റ്റ് ഡേയിലോട്ട് മാറ്റി വെക്കുക. പിന്നെ അവിടെ നിന്ന് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇത് നമ്മളെ ബ്രെയിനിന്റെ ഒരു ഭയങ്കര ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് ഫോണിലൊക്കെ പല സംഭവങ്ങൾ ഉണ്ടെങ്കിലും സമയം ഉണ്ട് എങ്കിൽ ഇതുപോലെ ഒരു നമുക്ക് ഇങ്ങനെ ചീന്തിയെടുക്കാൻ പറ്റുന്ന ഇതുണ്ടല്ലോ, ഇതിൽ വർക്ക് ചെയ്യുന്നത് വളരെയധികം അടിപൊളിയാണ്. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ എഴുതുമ്പോൾ ബ്രെയിൻ കുറെ കൂടി അലേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യമാണ് എങ്കിൽ നമുക്ക് നോട്ട് പാഡിൽ അങ്ങനെ എഴുതിയെടുക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആണ്. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. എല്ലായിടത്തേക്കും കൊണ്ടുപോകാനൊക്കെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് ഒരു കാര്യമാണ്. ഇത് ഡെയിലി ലൈഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ആരോട് ചോദിച്ചാലും അതിന്റെ പ്രോബ്ലം ആയിരിക്കും. അവിടെ ഈ പ്രോബ്ലം ഉണ്ട്, ഇവിടെ ഈ പ്രോബ്ലം ഉണ്ട്. നമ്മൾ കമ്പനിയുടെ ഒരു മീറ്റിങ്ങിന് നിന്നാലും എല്ലാവർക്കും അവിടുത്തെ പ്രോബ്ലംസ് ആണ് പറയാനുണ്ടാവുക. പക്ഷെ കുറെ പ്രോബ്ലംസ് കേട്ടിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചില സ്ഥലത്ത് കണ്ടുവരുന്നത് അവർ പ്രൊഡക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുറെ പ്രോബ്ലംസ് നമ്മളോട് പറയും. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡാണ് 1-3-1 റൂൾ. എന്താണ് 1-1-3-1 റൂൾ? 1-3-1 റൂൾ ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഒരാള് പ്രോബ്ലം പറയുമ്പോൾ, ഇത് നമ്മളുടെ കമ്പനിയിലോ ഇവൻ നമ്മളുടെ വീട്ടിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ്. ഒരാള് പ്രോബ്ലം പറയുമ്പോൾ അയാൾക്ക് തന്നെ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് 3 കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ആരാണോ പ്രോബ്ലം ഫൈൻഡ് ചെയ്യുന്നത് അവർക്ക് അതിന്റെ 3 സൊല്യൂഷൻസും കൂടെ ഫൈൻഡ് ചെയ്തിട്ട് വേണം വരാന്. സജസ്റ്റ് ചെയ്താൽ മതി. അതിൽ ഏറ്റവും ബെസ്റ്റ് വണ്ണ് നമുക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റ് വണ്ണ് നമുക്ക് ചൂസ് ചെയ്യാനോ പറ്റും. അപ്പൊ ഈ 1-3-1 റൂള് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു സ്റ്റാഫ് വിചാരിക്കുകയാണ് ഇതൊരു കംപ്ലൈന്റ് അല്ലേ, ഇത് പോയിട്ട് പറയാം എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ 1-3-1 കടന്നു പോകുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇനിയിപ്പോ ബോസിനോട് ഇത് പറഞ്ഞാലും ബോസ് ഈ 1-3-1 റൂള് ചെയ്യും, അപ്പോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഇതിനേക്കാളും നല്ലത് ഞാൻ തന്നെ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അത് എക്സ്ക്യൂസ് പറയൽ നിർത്തും. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിനും ഇതേ ഫോർമാറ്റിൽ ഒരു ബോസ് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അതേ രൂപത്തിൽ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഓക്കെ, 1-3-1 റൂൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ 1-3-1? ഇത് നമ്മളുടെ കമ്പനിയിൽ, ഈവൻ കമ്പനിയിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ, ഇത് നടപ്പാക്കുന്നത് വളരെയധികം ബ്രെയിന് റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ബ്രെയിൻ ഫോഗ് എന്ന് പറയും. കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആകെ സ്റ്റക്കായി പോകും. അപ്പൊ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്ന റൂളാണ് 1-3-1 റൂൾ. നെക്സ്റ്റ് വൺ, എക്കോ ബാക്ക്. എക്കോ ബാക്ക് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റാഫിനോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ എടുക്കുമ്പോൾ ഞാൻ മറന്നുപോയി, അത് ഞാൻ കേട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ടോ? കേൾക്കാറുണ്ടോ? പറയൂ കുട്ടികളെ. ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്, ഞാൻ ഇങ്ങനെയായിരുന്നു വിചാരിച്ചത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ടോ? ഇവിടെ ആരും ഇല്ലേ? യെസ് ഉണ്ട്.
ഓക്കെ. അപ്പൊ പലപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഞാൻ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനുള്ള ഏറ്റവും വലിയൊരു അടിപൊളി റൂളാണ് എക്കോ ബാക്ക്. അതായത് നമ്മൾ എല്ലാ കാര്യവും പറയുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മളൊരു ഫൗണ്ടറുടെ ആ ഒരു ലെവലിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇതേ ആറ്റിറ്റ്യൂഡ് ആയിക്കൊള്ളണമെന്നില്ല നമ്മളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഏതൊരു പേഴ്സണും. ഓക്കെ. അപ്പോ ഈ ഹാർട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ഇത് ഹൃദയത്തിലോട്ട് കയറുള്ളൂ. പലരും ചെവി ഓപ്പൺ ആയിരിക്കും, കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഹാർട്ട് ഓപ്പൺ ആയിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തർ ജീവിക്കുന്ന സാഹചര്യം, അവരുടെ സിറ്റുവേഷൻ ഒക്കെ വ്യത്യസ്ത രീതിയിലാണ്. പിന്നെ ഫൗണ്ടറുടെ അതേ ആറ്റിറ്റ്യൂഡും അത്ര ഗ്രോത്ത് മൈൻഡ് സെറ്റും അഗ്രസീവ് ആയിട്ടുള്ള ഈ കാര്യത്തിനോടുള്ള അങ്ങനെ ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു അർജൻസി ഒന്നും ഒരിക്കലും സ്റ്റാഫിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കുറെ ടൈമും നമ്മളുടെ ഒരു സ്ട്രെസ്സൊക്കെ കുറക്കാൻ പറ്റും. നമ്മൾ എന്തൊരു കാര്യം പറഞ്ഞതിന് ശേഷം, ലൈക്ക് മീറ്റിംഗ് ആയിക്കോട്ടെ, 1-to-1 സെഷൻ ആയിക്കോട്ടെ, എന്ത് കാര്യം പറഞ്ഞതിന് ശേഷം ഒരു എക്കോ ബാക്ക് എടുക്കുക എന്ന് പറയും. എക്കോ ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലായത് അത് തിരിച്ച് നമ്മളോട് പറയാം. ഓക്കെ. അതിന് ഈ എക്കോ ബാക്ക് എന്നുള്ള ഒരു വേർഡ് പറഞ്ഞാൽ മതി. അപ്പൊ അതിൽ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. ഒരു 10 ടാസ്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നു. 10 ടാസ്ക് പറഞ്ഞതിന് ശേഷം അവരോട് എക്കോ ബാക്ക് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു 8 ടാസ്ക് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ഇനി അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ, ഇതിനോടൊപ്പം ചേർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ എക്കോ ബാക്കിലൂടെ നമുക്കും അത് പറയാൻ പറ്റും. ഇത് കാരണം സംഭവിക്കുന്നത്, ടൈംലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കും. നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി വരില്ല. മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് കുറക്കാൻ പറ്റും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഇല്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ 3 കാര്യങ്ങളാണ്. ഐവിലി മെത്തേഡ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം പോസിറ്റീവായിട്ട് കൊണ്ടുപോകും. സെക്കൻഡ് വൺ എന്തായിരുന്നു? 1-3-1 റൂൾ. തേർഡ് വൺ ലിസണിങ്, ഹാർട്ട്ഫുൾ ലിസണിങ്ങിന്റെ റിസൾട്ട് ആയിട്ട് വരുന്ന എക്കോ ബാക്ക്. ഈ 3 കാര്യങ്ങൾ നമ്മൾ പതിയെ പതിയെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നുള്ള 100% ഉറപ്പാണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, ശേഷം നമ്മുടെ സ്റ്റാഫിലോട്ട്, നമ്മുടെ ഫാമിലിയിലോട്ട് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതിൽ എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും, ഹാപ്പിനെസ്സും ഉണ്ടായിരിക്കും. യെസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഇനി ഡൗട്ട് ഇല്ല എന്നറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് അറിയാം കേട്ടോ. പക്ഷെ ഇതാണ് ഇപ്പൊ എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് ഇന്നത്തെ സെഷനിൽ പറഞ്ഞത്. ഇന്ന് നമ്മളുടെ 7th ഡേ ആണ്. ഹാപ്പിറ്റ്യൂഡിന്റെ 7th ഡേ ആണ്. ഹാപ്പിറ്റ്യൂഡ് ബേസിക്കലി ഹാപ്പിനെസ് പ്ലസ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു പേഴ്സണും ഹാപ്പി ആയിരിക്കുന്നത്, ഇന്നർ സെൽഫിൽ ഹാപ്പി ആയാൽ മാത്രമാണ് അതിന്റെ പ്രൊഡക്ടിവിറ്റി നമ്മളുടെ എൻ്റയർ ലൈഫിൽ അത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കേണ്ടത് ഫൗണ്ടറാണ്. പക്ഷെ ഫൗണ്ടർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. പക്ഷെ മനസ്സമാധാനം എന്നുള്ള ഒരു കാര്യം ഫൗണ്ടർക്ക് നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ, റിലേഷൻഷിപ്പിനെ, കരിയറിനെ, എല്ലാത്തിനെയും ബാധിക്കും. അപ്പോ ഹാപ്പിനെസ് എന്നുള്ളത് ചില ചെറിയ ചെറിയ ട്രിക്കുകളിലൂടെ നമ്മളുടെ സന്തോഷം നഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക, അതെങ്ങനെ നഷ്ടപ്പെടാതിരിക്കാം എന്നുള്ളത് നമ്മൾ ബാലൻസ് ചെയ്യുക. എസ്പെഷ്യലി വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് എന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ലൈഫ് ഇന്റഗ്രിറ്റി എന്ന് പറയാം. ഫാമിലി ലൈഫിനെയും നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിനെയും ഒപ്പം വളർത്തി കൊണ്ടുപോരുക എന്നുള്ള ഒരു കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവണം. പാർട്ട്ണർ നമ്മുടെ എല്ലാ അവസ്ഥകളും അവരോട് തുറന്ന് സംസാരിക്കണം. എസ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ 40s കഴിഞ്ഞാൽ, 40 കഴിഞ്ഞാൽ അവർക്ക് മെനോപോസ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടക്കും. ദേഷ്യം വരും, വിഷമം വരും, സങ്കടം വരും, ഒറ്റപ്പെടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ജോലി കാര്യങ്ങളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരുപാട് ചലഞ്ചസ് ആണ് ഈ പീരീഡിൽ ഉണ്ടാവുക. നമ്മൾ അതിനെ പറ്റി പഠിക്കുക. ഫൗണ്ടർ എന്ന് പറഞ്ഞ കമ്പനി വളർത്തുന്നതോട് കൂടിയിട്ട് ഇവർക്ക് കൂടെ അതിനോടൊരു സന്തോഷം ഉണ്ടായിരിക്കണം. അതിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത്, എല്ലാ മാസവും സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ക്യാഷ് ആയിട്ട് തന്നെ വൈഫിന് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ വളരെയധികം ഒരു എനർജി, നമ്മുടെ ബിസിനസ്സിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വൈഫിന്, പാർട്ട്ണർക്ക് കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഹെൽത്തിനെ,
നമ്മളെ ഹെൽത്തിനെ പരിഗണിക്കുക എന്നുള്ളത് വളരെയധികം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വയറ്, നമ്മളുടെ വയറാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വയറും ബ്രെയിനും കൂടിയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. എന്ത് നമ്മൾ കഴിക്കുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ബ്രെയിനിന്റെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോഗ്രാം സിസ്റ്റം ഒക്കെ വളരെയധികം മാറും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ, അതായത് ബ്രെയിൻ, സെക്കൻഡ് ബ്രെയിൻ വയറ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് തുടങ്ങാം. ഒരു ഫൗണ്ടറെ കണ്ടിട്ടാണ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക, ലൈക്ക് ലോൺ പോലും തരിക എന്ന് ഫൈസൽ സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ആണ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് കണ്ടപ്പോ. അപ്പൊ അതൊക്കെ വലിയൊരു ഇൻസൈറ്റ് ആയിരുന്നു. അപ്പൊ എപ്പോഴും നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. യെസ്, അപ്പൊ ഇന്ന് 7th ഡേ ആണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. എന്നിട്ട് അതില് ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ എഴുതി വെക്കുക. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളെ സോൾ എന്ന് പറയും. സോൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സോൾ എന്തായിരിക്കും? സോൾ അടുത്ത ആള്. അടുത്ത ആള്. പിന്നെ എന്തായിരിക്കും? എന്താ? ആത്മാവ്. ആത്മാവ് എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചതിന് ശേഷം വരുന്ന ഒരു സംഭവമാണോ അതോ ഇപ്പൊ ഉള്ളതാണോ? ഓക്കെ. പിന്നെ ഇനി ആരൊക്കെ ഇവിടെ? ആരും എന്താ മിണ്ടാതിരിക്കുന്നേ? നമ്മുടെ തോട്ട്സ്, നമ്മുടെ പ്രസന്റ് തോട്ട്സ്. ഓക്കെ. പിന്നെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ട? പറയൂ. എന്താണ് സോൾ? ഇത് കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാണുന്നില്ലേ? ഇത് നമ്മളാണ് കരുതുക. ഇത് ശബ്നയാണെന്ന് കരുതുക. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പെട്ടെന്ന് തന്നെ ഇമേജ് ചെയ്യാൻ പറ്റും. ഇത് ശബ്നയാണെന്ന് കരുതുക. ഇതാണ് നിങ്ങൾ കാണുന്ന പാർട്ട്. ഇത് പബ്ലിക്. ഓക്കെ, പബ്ലിക് പാർട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ശബ്നയുടെ മനസ്സാണെന്ന് കരുതുക. അത് മറ്റാർക്കും കാണാൻ പറ്റില്ല. എനിക്ക് മാത്രമാണ് അത് കാണാനും അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതാണ് പ്രൈവറ്റ്. ഓക്കെ, ഇതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട്, അതാണ് സോൾ. ഓക്കെ, സോൾ എന്ന് വെച്ചാൽ പേഴ്സണലാണ്. പേഴ്സണൽ. സോൾ എന്ന് വെച്ചാൽ പേഴ്സണൽ. ഇനി സോളിലാണ്, ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്. ഞാൻ ഒരു 2 മിനിറ്റോട് പറയാൻ ശ്രമിക്കാം. സോൾ എന്നുള്ള ഒരു സംഭവമാണ് നമ്മുടെ എനർജി. നിങ്ങൾ ഈ സോളിന് പകരം എനർജി എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുക. എനർജി. ഓക്കെ, എനർജി. എന്താണ്? എനർജി. നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്തിരിക്കുന്ന എനർജി എന്തൊക്കെയായിരിക്കും? സോളിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. നമ്മൾ എങ്ങനെയാ ചിത്രങ്ങളൊക്കെ നമ്മൾക്ക് എങ്ങനെയാ ഒരു കാര്യം കാണുക? ഇപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ആ ഗ്ലാസിനെ എങ്ങനെയാ കാണുക? നിങ്ങൾ എന്നെ എങ്ങനെയാ കാണുന്നേ? ഐസ്. പിന്നെ എന്തൊക്കെയാ വേണ്ട കാണാന്? മൈൻഡ് വേണം, മനസ്സ് വേണം. പിന്നെന്തൊക്കെയാ വേണ്ടേ? ലൈറ്റ്. ഓക്കെ, ലൈറ്റ് വേണം. ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റും വേണം. നമ്മളുടെ സോളിൽ എല്ലായിടത്തും 2 കാര്യങ്ങളാണ് ഉണ്ടാവുക. ലൈറ്റും ഉണ്ടായിരിക്കും, ഇമേജസും ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പൊ എന്താണുള്ളത്? ഇമേജസ് ആയിട്ട് ഞാനുണ്ട്, എന്നെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നെ കാണുന്നത്. ഇതുപോലെ നമ്മുടെ സോളിലും ലൈറ്റും ഉണ്ട്, ഇമേജും ഉണ്ട്. ഓക്കെ, പക്ഷേ ലൈറ്റ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇമേജസ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും ആ ഒരു യാത്ര ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഉള്ളിലോട്ട് വരാം. നമ്മുടെ സോൾ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് എനർജിയാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് കരുതുക. ഓക്കെ, കരുതിയാൽ മതി. ഇനി മനസ്സിലാക്കുക എന്തൊക്കെ ഇമേജസ് ആണ് അവിടെ ഉണ്ടാവുക. നമ്മളെ കുറിച്ച് പ്രധാനപ്പെട്ട ഇമേജസ് എന്താണ്? എസ്പെഷ്യലി നെഗറ്റീവ് ഇമേജസ് എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവ് ഇമേജസ് എന്ന് വെച്ചാൽ ബാഡ് ബിഹേവിയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നല്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പൊ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ,
അങ്ങനെയുള്ള എന്തെങ്കിലും ഇമേജസ് ഉണ്ടോ? ലൈക്ക് എൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി ഇപ്പോഴും ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു നെഗറ്റീവ് ഇമേജ് ആണ്. എനിക്കൊരു ഫിയർ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് കുറച്ച് നെഗറ്റീവ് ഇമേജ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരിക്കും. അതാണ് ഈ സോള് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ അത് നെഗറ്റീവ് എനർജിയാണ്. നെഗറ്റീവ് എനർജി എന്റെ ബ്രെയിനോട് പറയും, അല്ലെങ്കിൽ എന്റെ മൈൻഡിനോട് പറയും ആ ഒരു ഫിയർ ഇങ്ങനെ എനിക്ക് ഉണ്ട് 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 എന്നുള്ളത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വണ്ടി വരുമോ, എനിക്ക് സൈഡ് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറെ നെഗറ്റീവ് ഓവർ തിങ്കിങ് കൂടെ ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതെന്നെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കും. ശബ്ന എന്ന് പറയുന്ന ഒരു വ്യക്തി ഡ്രൈവ് ചെയ്യുന്നില്ല, അത് പബ്ലിക്കായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ എനർജിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ മൈൻഡും, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡിയും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഡൗട്ട് യെസ്. ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കുക. ജസ്റ്റ് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് സങ്കല്പിക്കുക, ഇപ്പോഴുള്ള ഈ ഒരു ഈ ഒരു സോളിനായിട്ടുള്ള മുന്നോട്ടുള്ള യാത്ര സങ്കല്പിക്കുക. ഇപ്പോഴുള്ള ഈ ഒരു സോളിനായിട്ട് ജസ്റ്റ് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. ജസ്റ്റ് ഒരു വിഷ്വലൈസ് ചെയ്താൽ മതി. ഇപ്പോഴുള്ള ഞാനുമായിട്ടുള്ള ഈ ഒരു യാത്ര സങ്കല്പിക്കുക. മുന്നോട്ട് പോകും തോറും എന്തൊക്കെ ചലഞ്ചസ് ഈ സോളിന്റെ കൂടെ പോയാൽ ഉണ്ടാകും എന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. ഒരു 10 സെക്കൻഡ്സ് ഉണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഈ ഉള്ളിലെ ഈ സോളിനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? യെസ്, താങ്ക് യു. ഇനി കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സങ്കല്പിക്കുക ഒരു പുതിയ സോൾ, അതായത് ഇതിന്റെ ഒക്കെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ നന്നായി ഡ്രൈവ് ചെയ്യുന്ന അങ്ങനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, അങ്ങനെയുള്ള ഒരു സോള്. ഇതുപോലെ നമുക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന്. അങ്ങനെ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചൊരു സോളാണ് നമ്മളുടെ കൂടെ ഉള്ളത് എങ്കിൽ ആ സോളിനായിട്ടുള്ള ഒരു ജേണി ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. എങ്ങനെ ഉണ്ടായിരിക്കും 2027, 2028, 2029? ഒരു പുതിയ സോളിനായിട്ടുള്ള ആ ഒരു ജേണി. യെസ്, ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് തിരിച്ചു വരാം. ഏത് ജേണിയാണ് കുറേം കൂടെ നല്ലതായിട്ടുള്ളത്? ഫസ്റ്റ് ഇപ്പോഴുള്ള സോളിനായിട്ടുള്ള ജേണിയാണോ, അതൊരു പുതിയൊരു സോൾ വന്ന് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സോളിന്റെ കൂടെയുള്ള ജേണിയാണോ? പറയൂ. നിങ്ങളൊക്കെ ഉറങ്ങുകയാണോ? ഹലോ. ഇല്ല. പുതിയ പുതിയ സോളുമായിട്ട് മൂവ് ചെയ്യുന്നത് ഒത്തിരി പ്രോമിസിംഗ് ആണ് എന്നാണ് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി പുതിയ സോളുമായിട്ട് ഓക്കെ. മുന്നോട്ട് പോകുന്നതിന് അപ്പോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞു വരുന്നത്. എല്ലാ കാലത്തും ആ സോൾ അങ്ങനെ തന്നെ നിൽക്കണമെന്നില്ല, പക്ഷെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. സോളിന് എപ്പോഴും നമ്മൾ ക്ലാരിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇമേജസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇമേജസും ലൈറ്റും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പുതിയ സോളായിട്ട് കണക്ട് ചെയ്ത് വളരെയധികം അടിപൊളിയായിട്ട് പോകാൻ പറ്റും. ഇമേജസ് നമ്മൾ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് വിഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാനൊരു ഇൻസൈറ്റ് ആയിട്ട് തന്നിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ എന്ത് നെഗറ്റീവ് ഉണ്ട് എങ്കിലും ആ ഇമേജസിനെ മാറ്റാനും പുതിയ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. നിങ്ങൾക്ക് അതിനൊക്കെ സാധിക്കട്ടെ എന്ന് കൂടെ ഞാൻ കരുതുകയാണ്. അപ്പൊ ഒരു പുതിയ പേജിൽ നമ്മൾ ഇപ്പൊ എടുത്താലും കുഴപ്പമില്ല, നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ട് എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഇത്രയും ദിവസത്തെ ഒരു ഈ ഹാപ്പിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ഡിസിഷൻ ആണ് എടുത്തിട്ടുള്ളത്, എന്താണ് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. യെസ്, ഇന്ന് നമ്മളുടെ ലാസ്റ്റ് സെഷനാണ്. എന്താണ് ഇപ്പോഴുള്ള ഒരു നിങ്ങളുടെ എല്ലാവരുടെ ഒരു ഫീഡ്ബാക്കും കൂടെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാം. നമുക്കിനി 4 മിനിറ്റ് ആണ് ബാലൻസ് ഉള്ളത്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാം. ക്യാമറ ഓൺ ചെയ്യാം.
യെസ്. ശ്രീകാന്ത് സർ, എന്താണ് വിശേഷങ്ങള്? ഹായ് ഷബ്ന മാം. ഹായ് സർ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? എന്താണ് വിശേഷങ്ങള്? സുഖം. ഓക്കെ. എന്താണ് ഒരു ഇൻസൈറ്റ് തരാനുള്ളത്? എനിക്ക് സാറിനെ പറ്റി 2 കാര്യങ്ങൾ പറയൂ, നമുക്കൊക്കെ ഒന്ന് കേൾക്കാലോ. ഓക്കെ. ഞാൻ ഈ സെഷനിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ആ. ബാക്കി ഞാൻ ആർന്നും കേട്ടിരുന്നില്ല. ഉം. സംഭവം നല്ല അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഓരോ വാക്ക് പറഞ്ഞിട്ട് വേണം നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്. നമ്മുടെ ജോബി മാഷ് നമ്മളെ ഇൻസ്പയറിംഗ് പേഴ്സൺ ആണ്. എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ് സൈക്കിളിലുള്ള ഈ ഒരു ജേണി. യെസ് സർ. സർ എപ്പോഴാണ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് സംസാരിക്കായിരുന്നു. എനിക്ക് രണ്ടു ദിവസം കയറാൻ പറ്റിയില്ല. അത് വലിയ നഷ്ടമായിട്ട് കാണുന്നു. 2 ദിവസം സെഷൻ ഉണ്ടായിരുന്നില്ല. അല്ല, അത് മനസ്സിലായി. അല്ല, ഉണ്ടായിരുന്ന ദിവസം കയറാൻ പറ്റിയില്ല. യെസ്. എന്തായാലും എനിക്ക് ഇതൊരു നല്ലൊരു അനുഭവമാണ്. ഇത്രയും വലിയ ആളുകളുടെ ഒപ്പം മോർണിംഗില് ചെലവഴിക്കുക, സംരംഭങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ പറയുന്ന കാര്യം കേൾക്കുക എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ മോർണിംഗിൽ ഇങ്ങനെ പാട്ട് വെച്ച് സൈക്കിൾ ഓട്ടുന്ന ആളെ വേറെ ഒന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഇതെനിക്ക് നല്ല നല്ല ചിന്താശകലങ്ങൾ ഇട്ട് തന്ന ഫൗണ്ടേഴ്സ് സർക്കിളിനും അതുപോലെ സെവനും പ്രത്യേകം നന്ദി. ഓക്കെ. താങ്ക് യു. ഐ വിഷ് മോർ പവർ ടു യു. യെസ്. ഫൈസൽ ചീരാൻ സർ. ഫൈസൽ സർ. അതെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷബ്ന മാം പലപ്പോഴും എക്കോ ബാക്ക് എടുക്കാന്ന് മീറ്റിങ്ങിന്റെ ഒക്കെ പറയാറുണ്ട്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വീണ്ടും അല്ലെങ്കിൽ ബിസിനസ്സിലെ മീറ്റിങ്ങിലൊക്കെ വീണ്ടും ഈ എക്കോ ബാക്ക് എടുക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നതാണ് മുമ്പ് തന്നെ. എന്തായാലും വീണ്ടും ഒന്നുകൂടെ റിമൈൻഡ് ചെയ്തതിനൊക്കെ വളരെയധികം സന്തോഷം. പിന്നെ ആ അനിൽ ബാലചന്ദ്രൻ എടുക്കുന്ന അതേപോലെ തന്നെ ഒരു സ്ക്രീനൊക്കെ ഇപ്പൊ സെറ്റപ്പ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇന്ററാക്റ്റീവ് പാനലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് വളരെ രസകരമായിട്ട് അടിപൊളിയായിട്ട് ഈ രാവിലെ ഈ എനർജിയിൽ എങ്ങനെ എടുക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ എന്നെ കുറിച്ച് പറയാനല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും ഇൻസൈറ്റുകളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സെയിൻ, ഐ തിങ്ക് സെയിൻ തന്നെയല്ലേ പേര്? അതെ. ഗുഡ് മോർണിംഗ്. യെസ് സർ. ഈ സെഷനില് എന്തെങ്കിലും ഒരു ടേക്ക് അവേസ് ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞാൻ. വളരെ ഏർലി മോർണിംഗ്, അതായത് 4 മണിക്ക് എഴുന്നേക്കണം, എന്നാല് നിങ്ങളുടെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വെർത്ത് ആണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യം ഇന്നത്തെ ക്ലാസ് ഒക്കെ ആ ഒരു രീതിയിൽ ഇൻസൈറ്റ്ഫുൾ ആണ്. നമ്മള് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിലും ഇന്നത്തെ ആ ഒരു സെഷനിൽ 131-ഉം IV-യും എക്കോ ബാക്ക് ഒക്കെ ഒന്നുകൂടെ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോഗ്രാംഡ് ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു റിമൈൻഡറായി. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ആ ഒരു രീതിയിൽ ഒട്ടുമിക്ക ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകളും വളരെ ഇൻസൈറ്റ്ഫുൾ ആണ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരു നല്ല സെഷൻ ആയിരുന്നു ഈ ഹോൾ 7 days. താങ്ക് യു സർ. ജോബി ജോളി. ഷവന ചേച്ചി, ബോബി ബോബി ജോളിറ്റ. സോറി, എക്സ്ട്രീംലി സോറി. സോറി പറയണ എന്തിനാ? അത് അല്ല, ഞാൻ പെട്ടെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ. മാറിപ്പോയി. എനിക്ക് മാമിന്റെ ആ ഒരു നിഷ്കളങ്കതയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞങ്ങളൊക്കെ ഇച്ചിരി നിഷ്കളങ്കത ഇല്ലാത്തവരാണ്. കൂടുതലൊന്നും പറയാനില്ല. റസാഖ് സർ നേരത്തെ ക്യാമറ ഓൺ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഒക്കെ ആരാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പെട്ടെന്ന് വരിക. ഒരു 1 minute 30 seconds കൂടിയിട്ട് നമുക്ക് ഈ സെഷൻ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. മാം ഇനിയും ഉണ്ടാവുക ഇതുപോലത്തെ സെഷൻസ്? എല്ലാ മാസവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയൊരു സെഷൻസ് ഫീസ് വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. നമ്മൾ ഫൗണ്ടേഴ്സ് സർക്കിൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ആണ്. ഹാപ്പിനെസ്, ഗ്രോത്ത്, മൈൻഡ് സെറ്റും ആഗ്രഹിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് പ്രോഗ്രാമുകളും മെമ്പർഷിപ്പുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നമ്പറായിട്ട് കണക്ട് ചെയ്താൽ മതി. യെസ്. ബ്രിജേഷ് ഉണ്ണി. ഗുഡ് മോർണിംഗ്. ചായട്ടോ? ചായട്ടില്ല, ഭയങ്കര തിക്കും തിരക്കിന്റെ ഇടയിലായിരുന്നു.
ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. യെസ്, ചായ എന്തൊക്കെയുണ്ട്? പകുതിയിൽ ഇടിച്ചെടുക്കുക. അത് കാരണം കപ്പില്ല കയ്യില്. അത് കാരണം തന്നെ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഇടയിൽ കൂടെ ആയിരുന്നു. കുഴപ്പമില്ല. എനിവേ, ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഈ രാവിലെ എല്ലാവരുമായിട്ട് സംസാരിക്കാനും നമുക്കൊരു എനർജി തരുന്ന ഒരു സെഷനാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ച് കുറെ ആളുകളെ കണക്ട് ചെയ്യുന്നു എന്ന് തന്നെ ഉള്ളത് പോസിറ്റീവാണ്. അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് തന്നെ ഭയങ്കര ഒരു എനർജിയാണ്. അത് നമുക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞില്ലേ, നമ്മളൊന്ന് ഓർഡർ ആക്കാൻ ഇത് വളരെ സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് എല്ലാം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യണതന്നെ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്യണതന്നെ ഉള്ളൂ ഇങ്ങനത്തെ കുറേ പ്രാക്ടീസുകൾ. അപ്പോൾ ഇത് നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചിലത് ചെയ്യുന്നുണ്ട്, ചിലത് നമ്മൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഇൻസൈറ്റ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയപ്പോൾ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. റസാഖ് സാർ ഉണ്ട് അവിടെ എല്ലാ ദിവസവും. സാറിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രസൻസ് കാണാറുണ്ട്. സാറ് ജിമ്മിലായിരിക്കും ഒരു പക്ഷേ. യെസ്, ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നീട്ടുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഇൻസൈറ്റുകൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ പ്രോഗ്രാമുകൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെ റെസ്പോൺസിനനുസരിച്ചിട്ടായിരിക്കും ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും പ്രയാസങ്ങൾ, വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ബ്ലെസ് ചെയ്യാണ്. ഐ വിഷ് മോർ പവർ ടു യു. താങ്ക് യു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു.